എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗി അപ്പമാണ്. ഇതുവരെയും റാഗി അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. ഈ ഒരു അപ്പത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് റാഗിപ്പൊടിയും നാളികേരവും മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ രാവിലെ എളുപ്പത്തിൽ ജോലി തീർക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായ റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റിയതിനു ശേഷം പൊടിക്ക് ആവശ്യമായ ഉപ്പും മധുരത്തിന് ആവശ്യമായ 1 സ്പൂൺ പഞ്ചസാരയും അവ പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിലെ ഇൻസ്റ്റന്റ് ഈസ്റ്റും വെച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. 1 കപ്പ് പൊടി കുഴച്ചെടുക്കാനായിട്ട് നമുക്കൊരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ആവശ്യമായിട്ട് വരുന്നത്. പൊടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അരച്ചുകൂടി എടുക്കണം. അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൂടെ മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ള ഈ ഒരു പൊടിയിലേക്ക് 2 കൈപ്പിടിയോളം നാളികേരം ചേർക്കാം. അതിനുശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൂടി എടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതേ ബൗളിലേക്ക് തന്നെ മാറ്റാം. മാവ് അരച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കണം. മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടുന്നതിനായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. ഇനി ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഒരു സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുള്ള മാവ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വീർത്തൊക്കെ നിൽക്കുവാണ്. ഉടൻ തന്നെ ചൂടായ പാനിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചുറ്റിച്ച് നിറയെ തന്നെ ഹോൾസുകൾ വരുന്ന സമയത്ത് ഒന്ന് മൂടിയും കൂടെ വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്തെല്ലാം ചെറിയ തീയിൽ വെച്ച് വേണം അപ്പം വേവിച്ചെടുക്കാനായിട്ടും. നല്ലതുപോലെ മുരിഞ്ഞൊന്ന് പാകായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാനിൽ നിന്നും അപ്പം എടുത്ത് മാറ്റിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. രീതിയിൽ തന്നെ നമുക്ക് എല്ലാ അപ്പവും വേവിച്ച് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റാഗി വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.